വിവാദമായ വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ബില്ല് വർഷകാല സമ്മേളനത്തിൽ പാസാക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ സമ്മേളനത്തിൽ അവതരിപ്പിച്ച ബില്ല് മാറ്റങ്ങളില്ലാതെ അതേപടി അവതരിപ്പിക്കാനാണ് നീക്കം. ഇതടക്കം 7 ബില്ലുകളാണ് പാർലമെന്റ് ബുള്ളറ്റിനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തിങ്കളാഴ്ചയാണ് വർഷകാല സമ്മേളനം ആരംഭിക്കുന്നത്. കഴിഞ്ഞ സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിച്ചെങ്കിലും ക്രൈസ്തവ സഭകളിൽ നിന്നടക്കം വൻ പ്രതിഷേധം ഉയർന്നതോടെ ബില്ല് പരിഗണിക്കുന്നത് മാറ്റിവെക്കുകയായിരുന്നു. വീണ്ടും ബില്ല് കൊണ്ടുവന്നാൽ പ്രതിഷേധം ശക്തമാകും. ബില്ല് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ പ്രതിനിധി സംഘം കഴിഞ്ഞയാഴ്ച ആഭ്യന്തരമന്ത്രി അമിത് ഷായുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നിശ്ചിത സമയപരിധിക്കുള്ളിൽ FCRA ലൈസൻസ് പുതുക്കി ലഭിക്കാതിരിക്കുകയോ റദ്ദായ ലൈസൻസ് പുനഃസ്ഥാപിക്കപ്പെടാതിരിക്കുകയോ ചെയ്താൽ ആസ്തികൾ ഏറ്റെടുക്കാം എന്ന വിവാദ വ്യവസ്ഥയടക്കം ബില്ലിലുണ്ട്. കഴിഞ്ഞ സമ്മേളനത്തിൽ BJP അംഗബലമില്ലാത്തതിനാൽ പാസാക്കാതെ പോയ വനിതാ സംവരണ ഭേദഗതി ബില്ലും മണ്ഡല പുനർനിർണയ ബില്ലും വീണ്ടും കൊണ്ടുവരാനുള്ള നീക്കവും സജീവമാണ്.